നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് ശുചീകരണം നടത്തി. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്നു മാറി നൽകിയതായി പരാതി. ഇരിഞ്ഞാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ദേശീയ ഡെങ്കു ദിനാചരണത്തിന്റെയും ഭാഗമായി തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് ശുചീകരണം നടത്തി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഹമ്മദ് ഷഫീഖ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ സതീഷ്, മാസ് മീഡിയ ഓഫീസർ സന്തോഷ്, മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബാബുകുമാർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ M മുർഷിദ്, സംഗീത്, RGSA കോർഡിനേറ്റർമാർ, ശ്രീ കേരളവർമ്മ കോളേജ്, പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കളക്ടറേറ്റിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരികുളം, മുപ്പിളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരികുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരികുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപത്ത് എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്ത് ഉണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കത്തു നൽകി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക കഴിച്ച കുട്ടി 3 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ ശേഷം സുഖം പ്രാപിച്ചു വരുന്നു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പാലപ്പിള്ളി കാരികുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകന് ഡോക്ടറുടെ കുറിപ്പോടെ വാങ്ങിയ മരുന്ന് ഫാർമസി ജീവനക്കാർ മാറി നൽകിയെന്നാണ് പരാതി. മെയ് 3-നാണ് കബീർ മകനുമൊത്ത് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത്. ഡോക്ടർ കുറിപ്പിൽ എഴുതിയത് കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നായിരുന്നു. എന്നാൽ ഫാർമസിയിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നായിരുന്നു. 3 ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയത്. ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകി. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ഒല്ലൂർ വിൻസെന്റ് ഡി പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ PA പ്രിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ G സന്തോഷ് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തെക്കുറിച്ചും
ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ പൊതുജനാരോഗ്യ നിയമവും ഡെങ്കിപ്പനി നിയന്ത്രണവും എന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ബയോളജിസ്റ്റ് സുനിൽ കുമാർ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി സോണിയ ജോണി, ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ BPNHS ബിന്ദു PN, ഹെൽത്ത് ഇൻസ്പെക്ടർ AJ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ PA സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSP നഴ്സുമാർ, ആശാ പ്രവർത്തകർ, നഴ്സിംഗ് സ്റ്റുഡൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി വിൻസെന്റ് ഡി പോൾ നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സ്കിറ്റ് അവതരിപ്പിച്ചു. ജനവാസ മേഖലയിൽ ചാലക്കുടി പുഴയിൽ വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപത്തായി വീണ്ടും ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടെത്തി. വെറ്റിലപ്പാറ 13-ൽ വരടക്കയം തോട്ടിലാണ് ചീങ്കണ്ണിയുടെ കുഞ്ഞിനെ കണ്ടത്. രാവിലെ അവിടെ അലക്കുവാൻ വന്ന സ്ത്രീകളാണ് ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടത്. പുതുമഴ പെയ്തപ്പോൾ മീൻ കുഞ്ഞുങ്ങൾക്കൊപ്പം കരയ്ക്ക് വന്നതാകുമെന്നാണ് കണക്കാക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും പുഴയിലേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ മാസം ചാലക്കുടി പുഴയിൽ പലയിടങ്ങളിലും ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കാണപ്പെട്ടിരുന്നു. പുഴയിൽ കുളിക്കുവാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. വ്യാഴാഴ്ച രാവിലെ 7:15ഓടെയാണ് അപകടമുണ്ടായത്. ഇരിഞ്ഞാലക്കുട ബൈപ്പാസ് റോഡിൽ പൂതംകുളം ജംഗ്ഷന് സമീപമുള്ള ഇരിഞ്ഞാലക്കുട സ്വദേശി ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ടീ സ്പോട്ട് എന്ന ചായക്കടയിലേക്കാണ് തൃശൂർ റോഡിൽ നിന്നും വന്ന പുത്തൻതോട് സ്വദേശി വിവിൻ എന്നയാൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. കടയിലുള്ളവർ ഓടി മാറിയെങ്കിലും ടീ മാസ്റ്റർ കൃഷ്ണൻ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കടയുടെ മുൻവശത്തുള്ള ചില്ലുകളും മറ്റും തകർന്നു. തൊട്ടടുത്ത് തന്നെയുള്ള പറപ്പൂക്കര സ്വദേശി ഔസേപ്പിന്റെ കടയുടെ മുൻവശവും തകർന്നിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാർ ഓടിച്ച് പഠിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി ദിനാചരണവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും ചേർന്നു. മെയ് 18, 19 തീയതികളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടുകൂടി പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്താൻ തീരുമാനമായി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന യോഗങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ്, വൈസ് പ്രസിഡന്റ് സൗമ്യ മണിലാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജേഷ് കെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷിത രമേശ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ലില്ലി PA, തങ്കാഭായ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് ശുചീകരണം നടത്തി. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. വരദരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്നു മാറി നൽകിയതായി പരാതി.
ഇരിഞ്ഞാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.